അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. നിങ്ങൾക്ക് സീറ്റ് ഇട്ടോന്ന് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. എന്താ നമ്മളെ നായ് ബൾബാണ് ഇതിട്ടാ കറങ്ങണത് കണ്ടില്ലേ കൊലായ്മൽ. ഇതല്ല നമ്മളെ പുതിയ പേര. ഞാൻ കാണിച്ചു തന്നിക്കാമല്ലോ എനിക്ക് പുതിയ പേര. പുതിയ പേര കുറച്ച് ഉള്ളി ഞാൻ പറഞ്ഞിക്കണല്ല. കോണിതാ കണ്ട ഒരു ബെഡ്റൂം ഇവിടെ താഴത്ത്. പുറത്തുനിന്ന് കണ്ടാൽ വലിയ പേരാന്ന് വിചാരിക്കും എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ കാണലില്ല എല്ലാവരും. പിന്നെന്താ നമ്മൾ കാർപ്പറ്റ് വിരിച്ചൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ല. ഇതാ പഴയ വീടും പുതിയ വീടും കൂടി ഉള്ള പാസേജ്. ഇതാ നമ്മൾ കണ്ട കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് സുന്ദരി കുട്ടിയാക്കിയിരിക്കണ കണ്ടില്ല. ഇതാ ഇതാ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ നിങ്ങൾ ആജൂസാണ് കേട്ടോ. നമ്മളങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ അടിച്ചതാണ്. അവിടെ കുറച്ചൊരു വൃത്തിയുണ്ട്. ബെഡ്ഷീറ്റൊക്കെ വാങ്ങണം. ബെഡ്ഷീറ്റൊക്കെ ഭംഗിക്കണമെന്നറിയാം. അപ്പം മക്കൾ രണ്ടാളും വന്നിക്കണം. അപ്പോൾ കിടക്കാനും തന്നെ 2 റൂമല്ലേ ഉള്ളതെന്നറിയാം. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇതവിടെ ഈ ഒരു ഫാൻ നല്ല കാറ്റാണ് ഈ ഫാന്. പിന്നെ ഇതാ നമ്മളെ ബെഡ്റൂം പടിഞ്ഞാറകം അറിയും. എൻ്റെ പേരക്കുട്ടി ഇതിനെ പറയല് കുന്ത റൂം എന്നാണ്. ഓള് പറയുന്നതിന് കുന്ത റൂം എന്ന്. പിന്നെ ഇതാ കണ്ടില്ല കാർപ്പറ്റ് വിരിച്ചിക്കണൊക്കെ ഞങ്ങൾ തന്നെ വിരിച്ചത് ഇട്ടാ. അപ്പോൾ പൊട്ടി പൊളിഞ്ഞതൊക്കെ ഉള്ളിൽ കായെന്നറിയാം. പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇതാണ് നമ്മൾ സീറ്റ് ഇട്ട സ്ഥലം. കണ്ട നല്ല സെറ്റപ്പിലിട്ടിക്കണം. ഇവരിട്ട് വന്നപ്പോൾ ഉയരം കൂടി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതല്ല ഇപ്പോൾ ചുമരിൻ്റെ വലിപ്പം. അപ്പോൾ പഴയ പേരല്ലേ. അപ്പോൾ പിന്നെ നല്ല ചൂടുണ്ടാവും എന്നറിഞ്ഞ്. അപ്പോൾ അയാൾ അത് കുറച്ച് ഉയർത്തിയിട്ടതാണ്. മറ്റേ ഭയങ്കര ചൂടാണ് ഈ കാരം എന്ന് പറഞ്ഞു. അപ്പം നെറ്റടിച്ച്. അപ്പോൾ ഇട്ട പിറ്റേന്ന് മഴ പെയ്തപ്പോൾ ഇതിൽ കൂടെ ചീറ്റലടിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നെറ്റടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് വീട്ടിലുണ്ടെന്നൊരു പഴയ സീറ്റ് അടിച്ചതാണ്. ഇനി ഇവിടെയൊക്കെ ഇന്ന് വാർണിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ. ഇവിടെ കരിയൊക്കെ പൊളിഞ്ഞിക്കണ. ഇനി ഇതൊക്കെ ഒന്ന് നേരാക്കാണ്ട് ഇപ്പോൾ ഒന്നും ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല എന്നറിയാം. ഇവിടെ ഇങ്ങനെ ഒരു ടേബിളുണ്ട്. ടേബിളിൻ്റെ സീറ്റൊക്കെ പഴങ്ങിയിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒഴിവാക്കിയതാണ്. ഇവിടെ ഇത് കുറച്ച് മുന്നേ നമ്മൾ പിന്നെ ഈ കൂടിന് ഡോറ് വെച്ചതാണ്. പിന്നെ ഇപ്പം ഇതിനോട് ചേർന്നിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല വാർപ്പിൻ്റെ അടുക്കള എന്ന് പറഞ്ഞത്. വാർപ്പിൻ്റെ അടുക്കള ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഈ അടുക്കള ഇനിയിപ്പോൾ നമുക്ക് ഒരു റൂം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക്. അപ്പം 3 ബെഡ്റൂമായി. താഴത്തൊരു റൂമും 2 റൂമും മേലെ ഒരു റൂമും ആയി. അത് മതിയെന്നറിയാം. അടുക്കള കുറേ മുന്നേ ഒരു 10-28 വർഷം മുന്നേ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഒരു വാർപ്പിൻ്റെത് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒരു 2-3 കൊല്ലം മുന്നേ മോൻ്റെ കല്യാണമായിട്ട് ടൈലിട്ടതാണ് എന്നാറ്. പിന്നെ അതൊക്കെ തന്നെ ഇപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞത്. ഞാൻ കുട്ടികൾക്ക് മക്കൾ വന്നിട്ട് മോന് കല്ലിൻ്റെ അസുഖമായിട്ട് വന്നാന്ന് പറഞ്ഞിരുന്നില്ലേ. മോന് ഡോക്ടർമാർ 2 കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് മരുന്ന് കുടിക്കാനാണ്. മരുന്നുമ്മ പോകുമെന്നാണ് പറഞ്ഞിരിക്കണത്. കുറച്ച് ബേജാറായിരുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്നറിയാം. പിന്നെ അവർ വന്നിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ആകെ 2 ആഴ്ചത്തെ ലീവിന് വന്നതല്ലേ. ഉണ്ടാക്കാൻ പെരയിലും ഉണ്ടായില്ല. ഈ ഡോക്ടറെ അടുത്ത് പോലെയും കൂടി ആയിട്ട് അതിന് ശേഷം കോഴിയാണ് ഉണ്ടാക്കില്ല വെച്ചിട്ട് കുറച്ച് നേരത്തെ ഇപ്പോൾ അതാ മരുവാങ്ക കൊടുത്ത് മരുവ് സ്കരിച്ച് ഞങ്ങോട്ട് ഇറങ്ങിയതാണ്. മൈദപ്പൊടി കുഴച്ച് വെച്ചതായിരുന്നത്. ഇങ്ങനെ കടലക്കപ്പരിപ്പ് ഇട്ടിട്ട് കടലക്കപ്പരിപ്പ് വേറെ വേവിച്ച് പിന്നെ നമ്മൾ വലിയ ഉള്ളി 2 അരിഞ്ഞിട്ട് വേവിച്ചിട്ട് ഇറച്ചി പൊരിച്ചിട്ട് കുറച്ച് പിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഈ കരുത് ഇങ്ങനെ പരിപ്പ് കടിക്കും. ഇതുണ്ടാക്കണം. പിന്നെ അവർ ഞാൻ തന്നെ ഉള്ളു ഇപ്പോൾ ഇവിടെ ചെറിയ മരുവോളെ ഇന്നലെ അവളെ വീട്ടിൽ പിന്നെ അവളെ മുതാപ്പാടെ കല്യാണമായിരുന്നു. ഇന്നലെ ഞങ്ങളെല്ലാവരും കണ്ട് പോയിരുന്നു. പിന്നെ മക്കൾക്ക് ലേസം അട പിങ്ങി കൊടുക്കണം എന്നുണ്ട്. ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ചെറിയ മോന് ചെന്നൈയിൽ നിന്നും വന്നിക്കണം. അടൻ്റെ ഇല ഞാൻ പൊട്ടിച്ച് കൊടുന്ന് വെച്ചതാണ്. ഈ ഇലയിൽ ഉണ്ടാക്കി നല്ല രസമാണ് ഇക്കാരം. പിന്നെ ഞാൻ ഇതാ ഒരു പുതിയ ചിര വാങ്ങിയിട്ടാ. ചിര കേടെന്നിരുന്ന് എനിക്കാണെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം ആയ കാരണം ഇങ്ങനെ വല്ലാതെ ഇരുന്നിട്ടൊന്നും ചിരണ്ടാൻ പറ്റൂല. പിന്നെ അപ്പം അതന്നെ ഇന്ന് ഉച്ചക്ക് മുരിങ്ങാക്കായ് കറി വെച്ച് കോരയായിരുന്നു മീൻ, ചെറിയ കോര. ഇപ്പം രാത്രിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. മീൻ ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ മീനിപ്പോൾ കിട്ടാനും പണിയാണല്ലോ. ഞാൻ ഏതായാലും കോഴിയുടെ ഉണ്ടാക്കട്ടെ. ഇതാ നമ്മളിതായി ടൈൽസ് മേലാണ് കേട്ടോ. ഇതുമേലാണ് പരത്തണത് വൃത്തി തുടച്ചിട്ട്. പിന്നെ
ഇങ്ങനെ വട്ടത്തിൽ ഇതുമ്മലാകുമ്പോൾ കുറച്ച് തോനെ വട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, ഒരു 10-12 കിട്ടിയിരിക്കണം കേട്ടോ. ഇനി ഇതിൽ ഈ കൂട്ട് വെച്ചിട്ടാണ് തിരക്കണം. ഞാൻ തന്നെ വീഡിയോ എടുക്കലും ഉണ്ടാക്കലും കൂടി ആയിട്ട് ഇതിന് പല്ല് വെച്ച് കൊടുക്കണം, എന്നല്ല തിരച്ച് കൊടുക്കണം. അപ്പം നല്ല ഭംഗിയാണ് ഇരിക്കാറ്. കണ്ട ഇതാ നമ്മൾ ഒരു 11 കിട്ടി അതുമ്മലിട്ടാ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വെട്ട് കഷ്ണം ഉണ്ടല്ലോ, ഇതിലേക്ക് പുതിയ മാവ് കൂട്ടിയിട്ടാണ് ഇനി പരത്തൽ. ഗ്ലാസിൻ്റെ വട്ടത്തിൽ വെട്ടിയാലാന്ന് വിചാരിക്കുകയാണ്. ഇത് ചെറിയ ഓർലിക്സിൻ്റെ മൂടിയായിട്ടാണ്. ഓർലിക്സിൻ്റെ മൂടി ഇല്ലാത്ത കാരണം വട്ടം കൂടി വെച്ചിട്ട് കാണാൻ തിന്നാനും രസമാണ്, കാണാൻ ചൊറുക്കും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂടി കുറച്ചൊന്ന് ചെറുതാവണം എന്നറിയാം. ഇത് കണ്ട കുറച്ച് കട്ടിയുള്ള മാവായ കാരണം വലിയതാക്കി പരത്തിയിരിക്കണേ. ഈ ഗ്ലാസ്സായിട്ട് വെട്ടി വെക്കട്ടെ. ഇത് ഒരുപാടെണ്ണം കിട്ടിയിരിക്കണം കേട്ടാ. കുട്ടികൾക്കൊന്നും അങ്ങനെ കനമുള്ളതൊന്നും ഇഷ്ടമല്ല. അവർക്ക് കട്ടിയൊക്കെ കുറഞ്ഞിട്ട് നൈസാക്കിയിട്ട് ഉമ്മ നന്നാക്കി ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തവർക്ക് അത് ശീലമായിട്ട് തൊണ്ടൊക്കെ കട്ടി ഉണ്ടായാലും ഒരു പറയും ഇമ്മ എന്തോ എളുപ്പപ്പണി ചെയ്തിരിക്കണെന്ന്. ഇതേപോലെ ചെറുതാക്കി ഉണ്ടാക്കണം. ഇത് കണ്ട കുറച്ച് ഒരു വലുതായി, കുറച്ച് നമുക്കൊരു മെനക്കെടാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കിങ്ങനെ ചെറിയതാക്കി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ കാലത്ത് തിന്നാൻ. ഇതാ പൊരിച്ചെടുത്ത്. ഇപ്പോൾ സമയം 8 മണി ആയിക്കണം കേട്ടാ. കുട്ടികളൊക്കെ പുറത്ത് പോയതാണ്, ഇപ്പം വരൂ. ഒരു കട്ടനും കൂട്ടി കൊടുത്താൽ കഴിച്ചോളും ചൂടോടെ തന്നെ. ചൂടോടെ തന്നെ ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് ഈ കാരട്ട. എന്താ പൊരിച്ച് കഴിഞ്ഞിട്ടാ മക്കളെ. ഇതാ ആജൂസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾ തൊട്ടടുത്തല്ലേ, ഒന്ന് നെക്കി കൊടുത്താൽ പോരെ. അസ്സലാമു അലൈക്കും.